Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technofactory with me Sumod and welcome to Let's Build series refresh. നമ്മൾ 3-4 വർഷം മുമ്പേ ഓർ മേ ബി അതിനു മുമ്പേ ചെയ്ത സീരീസ് ഓഫ് വീഡിയോസ് ആണ് ലെറ്റ്സ് ബിൽഡ് എന്ന് പറയുന്നത്. സോ ഈ സീരീസ് ഓഫ് വീഡിയോസിൽ ഒരു PC ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ, ഒരു പുതിയതായിട്ട് PC എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ ഓരോ കോമ്പണന്റിനെ കുറിച്ച് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇത് അതിൻ്റെ ഒരു റീഫ്രഷ് ആണ്. ബിക്കോസ് ഡൗൺ ദ ലൈൻ ഒരു 3-4 ഇയേഴ്സ് കഴിഞ്ഞ് ഇപ്പം 2024 ടെക്നോളജി ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. പ്രോസസ്സേഴ്സ്, മദർ ബോർഡ്സ്, ഓരോ കോമ്പണന്റിന്റെ പുതിയ കാര്യങ്ങളും പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ അതിന്റെ ഒരു ഫുൾ അപ്ഡേറ്റഡ് വീഡിയോ സീരീസ് ആയിരിക്കും ഇത്. എന്തായാലും ഇന്ന് വി ആർ ഗോണ ടോക്ക് അബൌട്ട് മദർ ബോർഡ്സ്. സോ തുടങ്ങാം. ഏതൊരു PC ബിൽഡിലും വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓർ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻ്റ് ആണ് മദർ ബോർഡ്. ആൻഡ് മോസ്റ്റ്ലി പലരും ചീപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു കോമ്പണൻറ്റും കൂടിയാണ് മദർ ബോർഡ്. ബട്ട് ടെക്നിക്കലി മദർ ബോർഡ് PCയുടെ ബാക്ക് ബോൺ ആണ്. ബിക്കോസ് മദർ ബോർഡിലാണ് നമ്മൾ എല്ലാ കോമ്പണൻസും കണക്ട് ചെയ്യുന്നത്. സോ മദർ ബോർഡ് ഈസ് വൺ ഓഫ് ദി വൈറ്റൽ കോമ്പണൻറ്റ്സ്. സോ എന്തായാലും നിങ്ങളുടെ ഡ്രീം റിഗ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം PCക്ക് വേണ്ടി നിങ്ങൾ മദർ ബോർഡ് നോക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, എന്തൊക്കെയാണ് 2024 ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഈസ് സോക്കറ്റ് കമ്പാറ്റബിലിറ്റി. സോക്കറ്റ് കമ്പാറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ മദർ ബോർഡ് സെലക്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോസസ്സർ സെലക്ഷൻ. സോ നിങ്ങളുടെ ബഡ്ജറ്റ്, നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങളൊരു പ്രോസസ്സർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചിപ്സെറ്റ് അല്ലെങ്കിൽ അതുമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ചിപ്സെറ്റ് മദർ ബോർഡ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ PC ബിൽഡിന് വേണ്ടി ആപ്റ്റ് ആയിട്ടുള്ള മദർ ബോർഡ് നോക്കുമ്പോൾ സോക്കറ്റ് ആണ് ഫസ്റ്റ് നോക്കേണ്ടത്. ഈ സോക്കറ്റ് എന്ന് പറയുന്നത് മദർ ബോർഡിലെ സെൻട്രൽ പോർഷനിൽ കാണുന്ന സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാങ്കുലർ ബ്ലോക്ക് ഏരിയ ആണ്. സോ ഇവിടെയാണ് നമ്മൾ പ്രോസസ്സർ പ്ലേസ് ചെയ്യുന്നത്. ഇത് AMDക്ക് ഡിഫറെൻ്റ് ആണ്, ഇൻറ്റലിന് ഡിഫറെൻ്റ് ആണ്. സോക്കറ്റ്സ് ഡിഫർ ചെയ്യും. സോ നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ഇൻറ്റൽ ഓർ AMD ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇൻറ്റൽ പ്രോസസ്സർ ആണെങ്കിൽ നമുക്കിപ്പോൾ 12th ജനറേഷൻ, 13th ആൻഡ് 14th ജനറേഷൻ പ്രോസസ്സേഴ്സ് ആണ് മാർക്കറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് അവൈലബിലിറ്റി ഉള്ളത്. ആൻഡ് ഈ എല്ലാ പ്രോസസ്സേഴ്സിൻ്റെയും ഒരു കോമൺ ഫാക്ടർ മദർ ബോർഡ്സ് ആണ്. ബിക്കോസ് എല്ലാത്തിനും ഒരേ മദർ ബോർഡിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അതാണ് 700 സീരീസ് വരുന്ന ചിപ്സെറ്റുള്ള മദർ ബോർഡ്. 700 സീരീസിൽ കറന്റ് റണ്ണിംഗ് ആയിട്ടുള്ളത് B760യും Z790 മദർ ബോർഡ്സ് ആണ്. സിമിലർലി 600 സീരീസും അവൈലബിൾ ആണ്. 600 സീരീസും സപ്പോർട്ട് ചെയ്യും. പക്ഷേ പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ 700ഉം 600 ഓൾമോസ്റ്റ് സിമിലർ ആണ്. സോ അതുകൊണ്ട് 600 എടുത്തിട്ട് കാര്യമില്ല, 700 ആണ് ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഒരു ലോ ബഡ്ജറ്റ് ബിൽഡാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 700 അവൈലബിൾ അല്ല, 600 തന്നെ H610 നോക്കണം. ഇനി AMD ആണെങ്കിൽ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. AMDയിൽ നമുക്ക് DDR4ഉം 5ഉം രണ്ടും ഉണ്ട്, ഇൻറ്റലും ഉണ്ട്. പക്ഷേ AMDയിൽ നമുക്ക് സ്പെസിഫിക്കലി ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്ന Ryzen 7000ഉം 9000 സീരീസ് ഒക്കെ DDR5 ബേസ്ഡ് ആണ്. നിങ്ങളുടെ പ്രോസസ്സർ DDR4 ആണോ DDR5 ആണോ സപ്പോർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ബേസിസിൽ ഇൻ കേസ് DDR4 ആണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻസ് B550, B450, A520 ഒക്കെ ആയിരിക്കും. സിമിലർലി DDR5 ആണെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് B650യും X670 മദർ ബോർഡ്സ് ആണ്. ഫ്യൂച്ചറിൽ ഓഫ് കോഴ്സ് ലേറ്റസ്റ്റ് 9000 സീരീസിന് വേണ്ടി B850യും X870 മദർ ബോർഡ്സ് വരുന്നുണ്ട്. സോ ഇന്റൽ സൈഡ് നോക്കുവാണെങ്കിൽ ചിപ്സെറ്റ് ബേസ്ഡ് 3 സീരീസ് ആയിരിക്കും കാണുന്നത്, H സീരീസ്, B സീരീസ് ആൻഡ് Z സീരീസ്. AMD സൈഡ് നോക്കുവാണെങ്കിൽ നമുക്ക് A സീരീസ്, B സീരീസ് ആൻഡ് X സീരീസ് ആണ് ഉള്ളത്. സോ ഇന്റൽ H സീരീസ് എന്ന് പറയുന്നത് ലോ എൻഡ് ബിൽഡ്സിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. B സീരീസ് ഒരു മിഡ് റേഞ്ച് ബിൽഡ്സ് ആൻഡ് i5 പ്രോസസർ റേഞ്ച് ഒക്കെ അങ്ങനത്തെ പ്രോസസേഴ്സിന് യൂസ് ചെയ്യാവുന്നതാണ് B സീരീസ് വരുന്നത്, B760 പോലത്തെ മദർ ബോർഡ്സ്. ആൻഡ് Z സീരീസ് ഹൈ എൻഡ് സീരീസ് ആണ്, ഓവർക്ലോക്ക് ചെയ്യാൻ പറ്റിയതും ബെസ്റ്റ് പെർഫോമൻസ് ആൻഡ് സ്പെഷ്യലി K സീരീസ് പ്രോസസേഴ്സിന് വേണ്ടിയായിരിക്കും Z നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി AMD സൈഡ് നോക്കുവാണെങ്കിൽ A സീരീസ് വരുന്നത് ലോ എൻഡ് ആണ്, എസെൻഷ്യൽ മോഡൽ എന്ന് പറയും. B സീരീസ് വരുന്നത് മിഡ് ടു ഹൈ റേഞ്ചിൽ വരുന്ന, അതിൻ്റെ ഇടയ്ക്ക് വരുന്ന മദർ ബോർഡ്സ് ആണ്. സോ ഇതാണ് മെയിൻ സ്ട്രീം മദർ ബോർഡ്സ് AMD പറയുന്നത്. X എന്ന് പറയുന്നത് ഹൈ എൻഡ് ആണ്, എന്തൂസിയാസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. സോ നിങ്ങളുടെ ചോയ്സ് ഓഫ് പ്രോസസർ അനുസരിച്ച് AMD ആൻഡ് ഇന്റൽ ഈ സീരീസ് മദർ ബോർഡ്സ് ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ലോ ബഡ്ജറ്റ് ആണ്, ഫ്യൂച്ചർ പ്രൂഫിംഗ് ഒന്നും നോക്കുന്നില്ല, ഫ്യൂച്ചറിൽ വലിയ അപ്ഗ്രേഡ്സ് ഒന്നും നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്റലിൽ H സീരീസ് ഓക്കെയാണ്, AMDയിൽ A സീരീസ് ഓക്കെയാണ്, B സീരീസ് B450, B550 ഓക്കെയാണ് ബഡ്ജറ്റ് പോലെ. B450യിൽ തന്നെ കുറഞ്ഞതും അവൈലബിൾ ആണ്, കുറഞ്ഞ റേറ്റിലുള്ളത്. ഒരു മിഡ് റേഞ്ച് PC ആണ് നോക്കുന്നത്, ഇന്റലിൻ്റെ i5 അല്ലെങ്കിൽ Ryzen 5 ബേസ്ഡ് പ്രോസസേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിഡ് റേഞ്ചിലെ B760 അല്ലെങ്കിൽ AMD ആണെങ്കിൽ B550 ഓർ ലേറ്റസ്റ്റ് ആണെങ്കിൽ B650 ബോർഡ്സ് നോക്കാം. സിമിലർലി ഹൈ എൻഡ് എക്സ്ട്രീം പെർഫോമൻസ്, ഓവർക്ലോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ Z790 ആണ് ഇന്റലിന് ബെസ്റ്റ്. ആൻഡ് AMDയിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്, B സീരീസും നോക്കാം, X സീരീസും നോക്കാം, രണ്ടും തന്നെ കേപ്പബിൾ ആണ്. സോ ഇതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് മദർ ബോർഡ്സ് വരുന്നത്. ഇന്റലിലും AMDയിലും
3 സീരീസ് ആണ് യൂഷ്വലി കാണുന്നത്, പോപ്പുലർ ആയിട്ടുള്ളത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് ഫാക്ടർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സൈസ് ആണ്, മദർ ബോർഡ്സിൻ്റെ സൈസ്. സോ മദർ ബോർഡിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ യൂഷ്വൽ വരുന്ന സൈസാണ് M80X, ATX, E80X. പിന്നെ ചെറിയ ഫോം ഫാക്ടർ വരുന്നതാണ് മിനി ITX ഓർ ITX. ഇതിലും താഴോട്ടുണ്ട് DITX, നാനോ ITX, ഇതുപോലത്തെ ബോർഡ്സും ഉണ്ട്. പക്ഷേ കോമൺലി ഏറ്റവും കൂടുതൽ യൂസ് ആകുന്ന ഫോം ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്, ITX, M80X ആൻഡ് ATX. സോ ഇവിടെയും ബഡ്ജറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്, ബിക്കോസ് ബഡ്ജറ്റ് ബേസ്ഡ് ആണ് നിങ്ങളുടെ ഫൈനൽ മദർ ബോർഡിൻ്റെ സെലക്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ ITX എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഫോം ഫാക്ടർ ആണ്, ചെറിയ ബിൽഡ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന ചെറിയ മദർ ബോർഡ്സ്. ATX എന്ന് പറയുന്നതാണ് ഒരു സ്റ്റാൻഡേർഡ് ഫുൾ സൈസ് മദർ ബോർഡ് ലേഔട്ട്. ഇത് നിങ്ങൾ യൂഷ്വൽ ഒരു മിഡ് ടവർ ക്യാബിനറ്റിൽ വെക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി കവർ ആയിരിക്കും. ഇനി ITX ആൻഡ് ATXന്റെ ഇടയ്ക്ക് വരുന്നതാണ് M80X അല്ലെങ്കിൽ മൈക്രോ ATX ഫോം ഫാക്ടർ മദർ ബോർഡ്സ്. ഇത് പേര് പോലെ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. ITXനെക്കാളും കുറച്ച് വലുതായിരിക്കും, ATXനെക്കാളും കുറച്ച് ചെറുതായിരിക്കും. സോ നിങ്ങളുടെ ബഡ്ജറ്റ് കൺസ്ട്രെയിൻഡ് ആണ്, ടൈറ്റ് ബഡ്ജറ്റ് ഒക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഫുൾ സൈസ് ATX ബോർഡ് ചിലപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരാൻ പാടായിരിക്കും. സോ അങ്ങനെ നോക്കുമ്പം നിങ്ങൾ മൈക്രോ ATX സൈസ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. മൈക്രോ ATX എടുക്കുമ്പം കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് കട്ട് ഡൗൺ ആകും. ഫോർ എക്സാമ്പിൾ ഫുൾ സൈസ് ATX ബോർഡ് ആണെങ്കിൽ ചിലപ്പം അത്യാവശ്യം ഹൈ എൻഡ് ബോർഡ്സ് ഒക്കെ ആണെങ്കിൽ 4 M.2 സ്ലോട്ട്സ് ഒക്കെ വരും. പക്ഷേ മൈക്രോ ATXലോട്ട് വരുമ്പം അത് 2 അല്ലെങ്കിൽ മാക്സിമം 3 ആയിരിക്കും കുറച്ച് ഹൈ എൻഡ് മൈക്രോ ATX വരുന്നത്. സിമിലർലി USB പോർട്സിൽ കട്ട് ഡൗൺ ഉണ്ടാകും, SATA പോർട്സിൽ കട്ട് ഡൗൺ വരും. ചില കോംപ്രമൈസസ് ഇതുപോലത്തെ വരുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അത് മേജർലി പെർഫോമൻസിനെ ഹാമ്പർ ഒന്നും ചെയ്യത്തില്ല. ഓഫ് കോഴ്സ് നല്ല ബഡ്ജറ്റ് ഉണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഒരു ബോർഡിൻ്റെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്തായാലും നിങ്ങളൊരു ATX ബോർഡ് എടുക്കത്തുള്ളൂ. ITX നോക്കുവാണെങ്കിൽ കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആയിരിക്കും, ബിക്കോസ് ATX അല്ലെങ്കിൽ ഒരു ഫുൾ സൈസ് അത്രയും വലിയ മദർ ബോർഡിനെ കട്ട് ഡൗൺ ചെയ്ത് കോമ്പാക്ട് ആക്കുമ്പം എന്തായാലും അതിൽ കോസ്റ്റ് കൂടും. ചെറിയ ബിൽഡ്സ് അല്ലെങ്കിൽ കോമ്പാക്ട് മിനി ITX കേസ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കായിരിക്കും ഈ ITX ഓർ മിനി ITX ഏറ്റവും ചെറിയ ബോർഡ്സ് യൂസ് ആവുന്നത്. സ്റ്റാൻഡേർഡായിട്ട് ഒരു നോർമൽ ബിൽഡ്സിൽ മിഡ് ടവർ ക്യാബിനറ്റ് യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുവാണെങ്കിൽ മൈക്രോ ATX ആൻഡ് ATX ഈ രണ്ടെണ്ണം ആയിരിക്കും ബെസ്റ്റ്. ആൻഡ് ഓൾസോ ബോർഡിൻ്റെ സൈസ് അനുസരിച്ചും വേണം നിങ്ങൾ ക്യാബിനറ്റും സെലക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് കൺസിഡറിംഗ് പോയിന്റ് ആണ് ഡിം സ്ലോട്ട്സ് അല്ലെങ്കിൽ റാം സ്ലോട്ട്സ്. സോ യൂഷ്വലി നമുക്ക് 2 റാം സ്ലോട്ട്സ് ഉള്ള മദർ ബോർഡ്സ് ഉണ്ട് ആൻഡ് 4 റാം സ്ലോട്ട്സ് വരുന്ന മദർ ബോർഡ്സ് ഉണ്ട്. സോ ഇത് ചൂസ് ചെയ്യേണ്ടത് അഗെയിൻ ബഡ്ജറ്റിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആൻഡ് ഓൾസോ ഏത് ഫോം ഫാക്ടറാണ് നിങ്ങൾ നോക്കുന്നത്. യൂഷ്വലി മിനി ITX ബോർഡ്സ് ഒക്കെ ആണെങ്കിൽ അതിൽ 2 ഡിം സ്ലോട്ട്സേ വരത്തുള്ളൂ. മൈക്രോ ATXലും 2 ഡിം സ്ലോട്ട്സ് ഉള്ളതുണ്ട്, 4 ഡിം സ്ലോട്ട്സ് വരുന്നതും ഉണ്ട്. പക്ഷേ ഇത് രണ്ടിലും ചെറിയ ബഡ്ജറ്റിൻ്റെ വേരിയേഷൻ ഉണ്ടാകും. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റാണ് നിങ്ങൾ റാം ഫ്യൂച്ചറിൽ വലുതായിട്ട് അപ്ഗ്രേഡ് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 2 റാം സ്ലോട്ട്സ് ഉള്ളത് ഓക്കെ ആയിരിക്കും. ഒരു ഫുൾ സൈസ് ATX ബോർഡ് ആണെങ്കിൽ എന്തായാലും അതിൽ കോമൺലി 4 റാം സ്ലോട്ട്സ് ആണ് വരുന്നത്. ചില സ്പെഷ്യൽ ബോർഡ്സിൽ മാത്രം 2 എണ്ണം വരുന്നുണ്ട്. അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഓവർ യൂസിനുള്ളതാണ്. സോ അത് നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ നിങ്ങൾ ഫ്യൂച്ചർ അപ്ഗ്രേഡ്സും കാര്യങ്ങളും റാമിൻ്റെ അപ്ഗ്രേഡ് ഒക്കെ നോക്കുന്നുണ്ട്, അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മദർ ബോർഡ് സെലക്ഷനിൽ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിരിക്കണം. റാം സ്ലോട്ട്സ് എത്രയുണ്ടെന്ന്. 4 റാം സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ബെസ്റ്റ് ആയിരിക്കും. ഫ്യൂച്ചറിൽ നിങ്ങൾ വലിയ അപ്ഗ്രേഡ്സ് ഒന്നും നോക്കുന്നില്ലെങ്കിൽ 2 റാം സ്ലോട്ട്സ് മോർ ദാൻ ഇനഫ് ആണ്. ആൻഡ് DDR5 ഡ്യുവൽ ചാനലിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് മദർ ബോർഡ്സിലില്ല, ഡയറക്റ്റ് റാമിലാണ് വരുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് 2 റാംസ് തന്നെ വെക്കണം അങ്ങനെയില്ല. DDR5 16 GB സിംഗിൾ വെച്ചാലും അത് ബൈ ഡിഫോൾട്ട് റാമിൽ ഡ്യുവൽ ചാനലായിട്ടായിരിക്കും വർക്ക് ആകുന്നത്. സോ അതുകൊണ്ട് DDR5 ആണെങ്കിൽ നിങ്ങൾക്ക് 2 റാം സ്ലോട്ട്സ് ഉള്ള മദർ ബോർഡ്സ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫ്യൂച്ചറിൽ ഒരു 16 കൂടെ ആഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് 32 GB വരെ ആക്കാൻ പറ്റും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ടതാണ് മദർ ബോർഡിലെ പോർട്സും സ്ലോട്ട്സ് ഒക്കെ. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ്ലി PCI/16 സ്ലോട്ടിൻ്റെ ഏത് ജനറേഷൻ ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലർലി NVMe SSD സ്ലോട്ട്സ് അതിൻ്റെ ജനറേഷൻ ഏതാണ് അതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാൻഡേർഡ് മദർ ബോർഡ്സിൽ PCI/16 സ്ലോട്ടിലായിരിക്കും നമ്മൾ ഗ്രാഫിക്സ് കാർഡ് ഫിക്സ് ചെയ്യുന്നത്. ഇതിൻ്റെ ഇപ്പം ലേറ്റസ്റ്റ് വന്നേക്കുന്ന PCI Gen 5 ബേസ്ഡ് ആണ്. Gen 5 ബേസ്ഡ് ഓഫ് കോഴ്സ് ഗ്രാഫിക്സ് കാർഡ് ഇറങ്ങിയിട്ടില്ല, ഫ്യൂച്ചറിൽ വരും. സോ ഫ്യൂച്ചർ പ്രൂഫ് ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ മദർ ബോർഡ്സ് ഇറങ്ങുന്നത്. സോ ഫ്യൂച്ചറിൽ ഇറങ്ങാനിരിക്കുന്ന RTX 5000 ഓർ AMDയുടെ ഏത് കാർഡ്സ് ആണോ Gen 5 സപ്പോർട്ട് ചെയ്യുന്ന Gen 5 ബേസ്ഡ് കാർഡ്സ് അതെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡും കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ Gen 5 സപ്പോർട്ട് ചെയ്യുന്ന PCI സ്ലോട്ടുള്ള മദർ ബോർഡ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. അതേപോലെ NVMe SSDയുടെയും ഇപ്പം Gen 5 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വന്നേക്കുന്നത്. സോ അതും നിങ്ങൾ ഏത് ജനറേഷൻ ഓഫ് SSDs ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള NVMe സ്ലോട്ട്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ ദോ ഹയർ ജനറേഷൻ SSDs നിങ്ങൾ ലോവർ ജനറേഷൻ മദർ ബോർഡ്സിൽ ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ആകത്തില്ല എന്ന് പറയുന്നില്ല, പക്ഷേ സ്പീഡ് കുറഞ്ഞു പോകും. നിങ്ങളിപ്പം Gen 4 ബേസ്ഡ് ഒരു NVMe SSD Gen 3 സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ് വെക്കുകയാണെങ്കിൽ Gen 4ൻ്റെ സ്പീഡ് കിട്ടത്തില്ല, Gen 3യുടെ സ്പീഡിലോട്ട് ഡൗൺഗ്രേഡ് ആകും. അതേപോലെ NVMe SSD സ്ലോട്ട്സ് എത്ര എണ്ണം വേണം അതും നിങ്ങൾ മദർ ബോർഡിൽ നോക്കണം. സ്റ്റാൻഡേർഡ് മൈക്രോ ATX ഒക്കെ ആണെങ്കിൽ 2 തൊട്ട് 3 സ്ലോട്ട്സ് ആയിരിക്കും വരുന്നത്. അതിലും കൂടുതലുള്ളതുണ്ട് ഹൈ എൻഡ് ബോർഡ്സ് ആണ്. ഒരു സ്റ്റാൻഡേർഡ് ATX ഒക്കെ ആണെങ്കിൽ അവിടെയും നമുക്ക് 2 to 3 ആണ്
കോമൺ ആയിട്ട് വരുന്നത് 4, 5 ഒക്കെ ഉള്ളതുണ്ട്. സോ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഫ്യൂച്ചറിൽ മേ ബി എത്ര NVMe SSDs പോസിബിളി ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ നോക്കിക്കൊണ്ട് വേണം മദർ ബോർഡ് സെലക്ട് ചെയ്യേണ്ടത്. സോ PCI സ്ലോട്ട് ആൻഡ് NVMe SSD സ്ലോട്ട് ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ഫാക്ടർ കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ആണ്. മദർ ബോർഡിൽ നമ്മൾ അത്യാവശ്യം നോക്കേണ്ട കുറച്ച് കോമൺ ഫീച്ചേഴ്സ് ഉണ്ട്. ലൈക്ക് വൈഫൈ, ബ്ലൂടൂത്ത്, ടൈപ്പ് സി കണക്ടിവിറ്റി, ടൈപ്പ് സിയുടെ ഹെഡർ, മൾട്ടിപ്പിൾ USB 3.2 ഹെഡേഴ്സ്, എക്സ്ട്രാ USB പോർട്സ്, തണ്ടർബോൾട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഹെഡർ, ഡിസ്പ്ലേ പോർട്ട്, ഡ്യുവൽ ലാൻ, GPU ക്വിക്ക് റിലീസ്, ഇതൊക്കെ ഓപ്ഷണലായിട്ട് കൺസിഡർ ചെയ്യേണ്ട ഫീച്ചേഴ്സ് ആണ്. ഇവിടെ ഒരു മിസ്കൺസെപ്ഷൻ അല്ലെങ്കിൽ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്, വൈഫൈ ആൻഡ് ബ്ലൂടൂത്തിന്റെ കാര്യം. വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് എല്ലാ മദർ ബോർഡ്സിലും കിട്ടത്തില്ല. വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓൺ ബോർഡിൽ വരുന്ന മദർ ബോർഡ്സിൽ മാത്രമായിരിക്കും വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത മദർ ബോർഡ്സിൽ നമുക്ക് ഈ ഫീച്ചേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളൊരു മദർ ബോർഡ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വൈഫൈയും ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ കണക്ടിവിറ്റിയിൽ വൈഫൈ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന മദർ ബോർഡ്സ് സ്പെഷ്യലായിട്ട് നോക്കണം. ഇത് പേരിൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകാൻ പറ്റും. മദർ ബോർഡിൻ്റെ ഫുൾ നെയിം നോക്കുവാണെങ്കിൽ അതിലെവിടെയെങ്കിലും വൈഫൈ എന്ന് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ AC ഓർ AX എന്നുണ്ടാകും. സോ AC, AX ഓർ വൈഫൈ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഓൺ ബോർഡ് വൈഫൈ ആൻഡ് ബ്ലൂടൂത്ത് സപ്പോർട്ട് ഡയറക്റ്റ് വരുന്ന മദർ ബോർഡ്സ് ആയിരിക്കും. അതേപോലെ ഞാൻ പറഞ്ഞ മറ്റു ഫീച്ചേഴ്സും നിങ്ങളുടെ ഓരോ സ്പെസിഫിക് യൂസ് അനുസരിച്ച് നിങ്ങൾ സ്പെക്സിൽ ഡയറക്റ്റ് മദർ ബോർഡിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ ഉണ്ടാകും. സോ അതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് മദർ ബോർഡിൽ ടൈപ്പ് സി പോർട്ട് വേണമെങ്കിൽ ടൈപ്പ് സി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ USB പോർട്ട്സ് എത്രണ്ണം വേണ്ടി വരും, എക്സ്ട്രാ USB പോർട്ട്സ് ഒക്കെ വേണമെങ്കിൽ അതും ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ ക്യാബിനറ്റിൽ ടൈപ്പ് സി പോർട്ട് ഉണ്ടെങ്കിൽ ആ ടൈപ്പ് സി പോർട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി മദർ ബോർഡിലും ഒരു ടൈപ്പ് സി ഹെഡർ ആവശ്യമാണ്. സോ മദർ ബോർഡിൽ ടൈപ്പ് സി ഹെഡർ ഉണ്ടോ എന്നും ചെക്ക് ചെയ്ത് നോക്കണം. അത് യൂഷ്വലി ഇങ്ങനെയായിരിക്കും കാണുന്നത്. സോ ഇങ്ങനത്തെ ഒരു പോർട്ട് ഉണ്ടോ എന്നും മസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. ഇൻ കേസ് നിങ്ങളുടെ ക്യാബിനറ്റിൽ ടൈപ്പ് സി ഹെഡർ ഉണ്ടെങ്കിൽ, അതില്ലാതെ നിങ്ങൾക്ക് ക്യാബിനറ്റിലെ ടൈപ്പ് സി ഹെഡർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സിമിലർലി നിങ്ങളൊരു APU ബിൽഡ് ആണ് നോക്കുന്നതെങ്കിൽ ഓഫ്കോഴ്സ് ഇന്റഗ്രേറ്റഡ് ഗ്രാഫിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അതിന് നമ്മൾ മോണിറ്റർ മദർ ബോർഡിലാണ് കണക്ട് ചെയ്യേണ്ടത്. സോ അവിടെ ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ള പോർട്സ് ഉണ്ടോ ഇനഫ് ആയിട്ടുള്ളത് അതും നോക്കണം. നിങ്ങളുടെ മോണിറ്റർ ഏതാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ആ പോർട്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതേപോലെ നിങ്ങൾ തണ്ടർബോൾട്ട് ബേസ്ഡ് ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സപ്പോർട്ട് അല്ലെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഹെഡർ ഉണ്ടോ എന്ന് മദർ ബോർഡിൽ നോക്കണം. യൂഷ്വലി കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബോർഡ്സിലാണ് തണ്ടർബോൾട്ട് സപ്പോർട്ട് വരുന്നത് അല്ലെങ്കിൽ ഹെഡർ വരുന്നത്. സോ ഇതൊക്കെ എല്ലാവർക്കും കോമൺ ആയിട്ട് പറയുന്നില്ല, ബട്ട് ഓരോരുത്തരുടെയും പേഴ്സണൽ പ്രിഫറൻസ്, ഓരോരുത്തരുടെ എങ്ങനെയാണോ യൂസ് കേസ് സിനാരിയോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ ഫീച്ചേഴ്സ് ആണ് വേണ്ടത് അത് ക്ലിയർ ആയിട്ട് നിങ്ങൾ സ്പെക്കിൽ നോക്കിയെടുക്കണം. ആൻഡ് നെക്സ്റ്റ് ഈ ഫീച്ചേഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ്ലി നോക്കേണ്ട 2 സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. അതാണ് ഡീബഗ് LED ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ബയോസ് ഫ്ലാഷ് ബട്ടൺ. സോ ഡീബഗ് LED എന്ന് പറഞ്ഞാൽ മദർ ബോർഡിൽ ചെറിയ ലൈറ്റ്സ് ഉണ്ടാകും, LED ലൈറ്റ്സ് കാണാം. CPU, GPU, DIM, ബൂട്ട് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. സോ ഈ ഡീബഗ് LEDs എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ബോർഡ്സിലും കോമൺ ആണ്, പക്ഷേ എന്നാലും ചില ലോ എൻഡ് ബോർഡ്സിൽ ഇത് കാണാറില്ല. സോ നമുക്ക് ഈ ഡീബഗ് LEDs ഉണ്ടെങ്കിൽ ബൂട്ട് ഇഷ്യൂ എന്തെങ്കിലും വരുന്നുണ്ടോ, ബൂട്ട് ആകുന്നുണ്ടോ ഇല്ലയോ, പ്രോപ്പറായിട്ട് ആകുന്നുണ്ടോ, എവിടെയാണ് എറർ വരുന്നതെന്ന് അറിയാനുള്ള അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഡീബഗ് LEDs എന്ന് പറയുന്നത്. CPUവിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ CPUവിൻ്റെ സൈഡിലുള്ള ലൈറ്റ് ബ്ലിങ്ക് ആകും. അതേപോലെ DRAMൻ്റെ ഇഷ്യൂ ആണ്, എന്തെങ്കിലും RAM റിലേറ്റഡ് ഇഷ്യൂ ആണ്, മെമ്മറി റിലേറ്റഡ് ഇഷ്യൂ ആണെങ്കിൽ DRAMൻ്റെ ബട്ടൺ ആയിരിക്കും ബ്ലിങ്ക് ആകുന്നത്. നിങ്ങളുടെ PCയിലെ ബൂട്ട് ഡ്രൈവിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണ്, NVMe SSD ഓർ ഏതാണോ ബൂട്ട് ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ബൂട്ടിൻ്റെ അവിടെ ആയിരിക്കും ബ്ലിങ്ക് ആകുന്നത്. സോ PC സ്റ്റാർട്ട് ചെയ്യുമ്പം ബൂട്ടിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ആവുന്ന ഒരു ഫീച്ചറാണിത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോസ് ഫ്ലാഷ് ബട്ടണും. പേര് പറയുന്ന പോലെ തന്നെ ബയോസ് നമുക്ക് ഈസിലി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണാണ്. ബയോസ് അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ നിങ്ങളുടെ ഒരു PC ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ ബയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. ഇൻ കേസ് നിങ്ങളൊരു ലേറ്റസ്റ്റ് ജനറേഷൻ പ്രോസസ്സറാണ് വാങ്ങിക്കുന്നത് ആൻഡ് ഒരു കുറച്ച് പഴയ ജനറേഷൻ മദർ ബോർഡ് ഇവൻ ദോ കമ്പാറ്റബിൾ ആണെങ്കിലും ബയോസ് അപ്ഡേറ്റ് ചെയ്ത് യൂസ് ചെയ്യേണ്ട ചില മദർ ബോർഡ്സ് ഒക്കെ ഉണ്ട്. സോ അവിടെ ഇനീഷ്യലി നമുക്ക് ഏത് ജനറേഷന് വേണ്ടിയാണ് ഈ ബോർഡ് കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് ആ പ്രോസസ്സർ യൂസ് ചെയ്ത് ബയോസ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ജനറേഷൻ പ്രോസസ്സർ വർക്ക് ആവത്തുള്ളൂ. സോ ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പഴയ ജനറേഷൻ പ്രോസസ്സർ കാണത്തില്ല കയ്യിൽ ബയോസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. സോ അങ്ങനെ വരുമ്പോൾ ബയോസ് ഫ്ലാഷ് ബട്ടൺ ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. ബയോസ് ഫ്ലാഷ് ബട്ടൺ വരുന്ന മദർ ബോർഡ്സ് നമുക്ക് പ്രോസസ്സർ ഇല്ലാതെ തന്നെ ബയോസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സോ അതങ്ങനത്തെ സിറ്റുവേഷൻസ് എന്തെങ്കിലും വരുവാണെങ്കിൽ അതിന് ഹെൽപ്പ് ആവുന്ന ഒരു ഫീച്ചറാണ് ബയോസ് ഫ്ലാഷ് ബട്ടൺ. നെക്സ്റ്റ് കോമൺ ഫാക്ടേഴ്സിൽ വരുന്നത് തന്നെയാണ് മദർ ബോർഡിൻ്റെ സ്റ്റെബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. സോ ഇതിൽ മദർ ബോർഡിൻ്റെ ഹീറ്റ് സിങ്ക്, VRMൻ്റെ സ്റ്റെബിലിറ്റി, തെർമൽ കൺട്രോൾസ് എങ്ങനെയാണ് ഈ കാര്യങ്ങളും വരുന്നത്. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഏതാണോ ചിപ്സെറ്റ് നോക്കുന്നത് അതിൽ ഏറ്റവും ലോവസ്റ്റ് ബോർഡ് എടുക്കാതെ കുറച്ച് മിഡ് റേഞ്ചിൽ നിൽക്കുന്ന ബോർഡ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും ലോവസ്റ്റ് ബോർഡ്സിലോട്ട് പോവുകയാണെങ്കിൽ നമുക്കതിൽ VRMs ഹീറ്റ് സിങ്ക് ഒന്നും കാണത്തില്ല. സോ ഓവർ ഹീറ്റിംഗ് കൂടുതലായിരിക്കും, തെർമൽ വേരിയേഷൻസും ഇൻസ്റ്റെബിലിറ്റീസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. സോ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 8,000 to 10,000 rupees ആ റേഞ്ചിൽ ഒരു മിഡ് റേഞ്ച് നിൽക്കുന്ന ബോർഡ്സ് നിങ്ങളുടെ ഏത് ചിപ്സെറ്റ് ആണോ അതിനനുസരിച്ച് എടുക്കാൻ നോക്കുന്നതാണ്. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിന് മേലോട്ടുള്ള പ്രോസസ്സേഴ്സ് ആണെങ്കിൽ ഓഫ് കോഴ്സ്
ഹെവി ആയിട്ടുള്ള ബോർഡ്സ് തന്നെ വേണം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു മിഡ് റേഞ്ച് ഒക്കെ ആണെങ്കിൽ കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ബോർഡ്സ് VRM ഹീറ്റ് സിങ്ക് എല്ലാം വരുന്ന ബോർഡ്സ് എടുക്കുന്നതാണ് റെക്കമെൻഡഡ്. ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റാണ്, ലോവസ്റ്റ് ഒക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ എൻട്രി ലെവൽ ബോർഡ്സ് നോക്കിയാൽ മതി. അതല്ലെങ്കിൽ കുറച്ച് ബെറ്റർ മദർ ബോർഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ PCക്ക് ഫ്യൂച്ചർ ലോങ് ലൈഫിന് വേണ്ടി അത് ബെസ്റ്റ് ആയിരിക്കും. അതേപോലെ എസ്തെറ്റിക്സും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ബിക്കോസ് എസ്തെറ്റിക് വൈസ് നിങ്ങൾ മേ ബി ഒരു തീം ബേസ്ഡ് PC ആണ് നോക്കുന്നത്, നിങ്ങൾക്കൊരു കംപ്ലീറ്റ് വൈറ്റ് PC വേണം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കളേഴ്സ് ആണെങ്കിൽ ഈവൻ അങ്ങനത്തെ മദർ ബോർഡ്സും ചില മേക്കേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. സ്പെഷ്യലി കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആയിട്ടുണ്ട്, കംപ്ലീറ്റ് വൈറ്റ് വരുന്ന ബോർഡ്സ് ഉണ്ട്. അതേപോലെ ഓരോ തീം, ഗെയിമിൻ്റെ ഓരോ തീം അനുസരിച്ച് ബോർഡ്സിന് കോൺഫിഗർ ചെയ്ത് അതിൻ്റെ കളർ അങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. സോ ഇത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് വരുന്ന കാര്യമാണ് ഈ എസ്തെറ്റിക്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ലേറ്റസ്റ്റ് വരുന്ന ബോർഡ്സ് നോക്കുവാണെങ്കിൽ കുറച്ച് ഹൈ എൻഡ് ബോർഡ്സ് ഒക്കെ 2 CPU പവർ കണക്ടർ ആയിരിക്കും വരുന്നത്. സോ ഇത് ആക്ച്വലി നിങ്ങളുടെ മദർ ബോർഡിൻ്റെ അല്ല, മദർ ബോർഡും പവർ സപ്ലൈ രണ്ടും കോറിലേറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. സോ ഇങ്ങനെ 2 CPU പവർ സ്ലോട്ട്സ് ആണ് വരുന്നതെങ്കിൽ മേക്ക് ഷുവർ ചെയ്യണം നിങ്ങളുടെ പവർ സപ്ലൈയിലും 2 CPU കേബിൾ ഉണ്ടെന്ന്. എക്സ്റ്റൻഷൻ ആയിട്ട് വരുന്നതല്ല, 2 ഫിസിക്കൽ 2 പ്രോപ്പർ കേബിൾസ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകണം. ബിക്കോസ് ഇത് മദർ ബോർഡ് സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടതല്ല, പവർ സപ്ലൈ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ടതാണ്. ബട്ട് സ്റ്റിൽ ഇത് രണ്ടും കോ റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ടാണ് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തത്. സോ ഇതൊക്കെയാണ് 2024 മദർ ബോർഡ് സെലക്ട് ചെയ്യുമ്പം നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പഴയ വീഡിയോ ഞാൻ മേളിൽ എന്തായാലും പിൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ഡീറ്റെയിൽഡ് കാര്യങ്ങൾ അതിലെല്ലാം ഉണ്ട്. നമ്മൾ അതിൽ എക്സ്ക്ലൂഡ് ചെയ്തതും അതിൽ വിട്ടുപോയതും പിന്നെ ലേറ്റസ്റ്റ് വന്ന ഈ 2-3 ഇയേഴ്സിൽ ചേഞ്ച് ആയ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തതാണ് ഈ വീഡിയോ. പിന്നെ ഒബ്വിയസ്ലി ഇതിനെല്ലാത്തിനും മേലെ നിങ്ങളുടെ ബഡ്ജറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. സോ നിങ്ങളുടെ ബഡ്ജറ്റിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മദർ ബോർഡ്, കുറച്ച് മിഡ് റേഞ്ചിന് മേലോട്ടുള്ള മദർ ബോർഡ്സ് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ്. ഇതിൽ ബ്രാൻഡ്സ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. പേഴ്സണലി ബ്രാൻഡ്സ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം നല്ലത് തന്നെയാണ്. MSI, Gigabyte, Asus, ASRock ഇതെല്ലാം നല്ല ബോർഡ്സ് ആണ് ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാ കമ്പനിയിലും ഏറ്റവും ചീപ്പസ്റ്റ് മോഡൽസ് എടുക്കാതിരിക്കുന്നതാണ്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. എല്ലാ കമ്പനീസിലും ഏറ്റവും എൻട്രി ലെവൽ ചീപ്പസ്റ്റ് ബോർഡ്സ് എല്ലാം അത്രയ്ക്ക് നല്ലതായിരിക്കത്തില്ല. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പേ യൂട്യൂബിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് കിട്ടും. ഏതെങ്കിലും ബോർഡ്സിൽ മേ ബി എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിവ്യൂസോ കാര്യങ്ങളോ മേ ബി കിട്ടുമായിരിക്കും. ഓൾമോസ്റ്റ് എല്ലാ ബോർഡ്സിൻ്റെയും വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ആർട്ടിക്കൽസ് നോക്കിയാലും ആർട്ടിക്കൽസിലും കാണാൻ പറ്റും. സോ എനിവേസ് അതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് PC ബിൽസ് ആവശ്യമുണ്ടെങ്കിൽ യു നോ വേ ടു കോൺടാക്ട് മീ. ഈ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി, നമുക്ക് സെറ്റ് ആക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.